ഹായ് ഫ്രണ്ട്സ്, ദ ഷെഫർട്ടിലേക്ക് സ്വാഗതം. ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മിനി സ്നാക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒനിയൻ റിങ്സ്. ഞാൻ ഇവിടെ 2 സവാള ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നടുവേ ഒന്ന് മുറിക്കാം. ഏകദേശം 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ നമുക്കിതിനെ വീണ്ടും മുറിച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് റിങ് കിട്ടുകയില്ല. ഇനി നമുക്ക് അകത്തേക്ക് പുഷ് ചെയ്ത് കൊടുക്കണം. പയ്യെ പുഷ് ചെയ്ത് കൊടുക്കുക, അല്ല ഇതുപോലെ ബ്രേക്ക് ആയി പോവും റിങ്. പയ്യെ അകത്തേക്കൊന്ന് തള്ളി കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് റിങ് ആയി കിട്ടണം. അപ്പം ബാക്കിയുള്ളത് നമുക്കിതുപോലെ പയ്യെ കട്ട് ചെയ്ത് എടുക്കാം. രണ്ട് സവാളയും നമുക്ക് ധാരാളം റിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഏകദേശം നല്ല തിക്കായ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് വേണ്ടത് റസ്ക് പൊടിയാണ്. റസ്ക് ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഓനിയൻ റിങ് മാവിലിട്ടൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് റസ്ക് പൊടിക്കകത്തിട്ടൊന്ന് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന എല്ലാ റിങ്സും ഇതുപോലെ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചെറുതായി ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് ഈ ഓനിയൻ റിങ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്കാണ് ഓനിയൻ റിങ്സ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതോടൊപ്പം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കുകയും വേണം. ഏകദേശം ഇതുപോലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയായ ഓനിയൻ റിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.